ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചെടികൾ വച്ചുപിടിപ്പിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് വർഷം മുഴുവൻ നിറയെ പൂക്കൾ ചെടികളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ നല്ല വലിപ്പത്തിലും കളറിലും പൂക്കൾ കിട്ടണം. പിന്നെ ചെടി നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അല്ലേ. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കംപ്ലൈന്റ് പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും, അത് കണ്ടിട്ടാവും നമ്മൾ വാങ്ങിക്കൊണ്ട് വരിക. പിന്നെ അത് വീട്ടിൽ കൊണ്ട് വച്ചതിന് ശേഷം അതിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ചെടിക്ക് നല്ല രീതിയിൽ ഒരു വളർച്ച കിട്ടുന്നില്ല, മുരടിച്ച് നിൽക്കുന്നു, പിന്നെ ചെടി കരിഞ്ഞു പോകുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ മിസ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടിപ്സ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാമേ. അപ്പൊ ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെഡ് ഹെഡിങ് ആണ് കേട്ടോ. അതായത് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടായതിനു ശേഷം ചില സമയത്ത് പൂക്കൾ അങ്ങനെ തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട് നാച്ചുറലായിട്ട്. ചില സമയത്ത് പൂക്കൾ അങ്ങനെ കൊഴിയാതെ അതിന്റെ ആ ഒരു തണ്ടും പൂക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. അതങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പൂക്കൾ ഉണ്ടാവാനുള്ള സമയം വൈകും. അതേപോലെ തന്നെ ആ പൂക്കളിൽ പുതിയ വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടിയുടെ ശ്രദ്ധ മുഴുവൻ പിന്നെ ആ പുതിയ വിത്തുകൾ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിലേക്കാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ആരോഗ്യം നശിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂക്കൾ കിട്ടുകയും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സാധനം, അത് എന്ത് തരം സിസർ ആയാലും അത് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, കുറച്ച് മഞ്ഞൾ പൊടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം അത് അങ്ങനെ തന്നെ അവിടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയില്ല. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എപ്പോഴും പൂക്കൾ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെടികൾ വച്ചു കൊടുക്കുന്ന പോട്ടാണ്. അതായത് സീസണൽ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ പോട്ടിന്റെ ആവശ്യമില്ല. അല്ലാതെ കുറേ വർഷങ്ങൾ നിന്ന് പൂക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വലിപ്പമുള്ള പോട്ടായാലും കുഴപ്പമില്ല. അപ്പൊ സീസണൽ പ്ലാന്റ്, അതായത് ഒരു വർഷമൊക്കെ മാത്രം നിന്ന് പൂക്കുന്ന ആ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ആവശ്യമുള്ള ഒരു പോട്ട് സെലക്ഷൻ മതി. ഒത്തിരി വലിയ പോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വേരുകളാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരിക്കും ചെടി നടത്തുക. അപ്പൊ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് താമസിക്കുകയും ചെയ്യും. അപ്പൊ പോട്ട് സെലക്ഷൻ ആണ് രണ്ടാമത്തെ കാര്യം, അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതായത് ഏത് ചെടിയിലായാലും കേട്ടോ, നമ്മൾ ഹാർഡ് പ്രൂണിങ് അല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ആ ചെടി കാണുന്ന സമയത്ത് അറിയാൻ പറ്റും, നമുക്ക് ഇത് കുറച്ചധികം അങ്ങ് വളർന്നു പോയി, നല്ല രീതിയിൽ തിക്കൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ അതിന് നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അപ്പം ഹാർഡ് പ്രൂണിങ് ചെയ്ത് സമ്മർ ടൈമിലൊന്നും ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ ചെടിയുടെ അവസ്ഥ നോക്കിയതിന് ശേഷം നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടുണ്ട് കാര്യം, ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. മുരടിച്ച് നിൽക്കുന്ന ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും ബുഷിയായിട്ട് തിക്കായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് കേട്ടോ. അപ്പം അത് ചെയ്തു കൊടുത്തോളൂ. അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വാട്ടറിങ് ആണ്. അതായത് ചെടികളിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചൊന്ന് കുറയ്ക്കണം. അത് നല്ല രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതാണ് നാലാമത്തെ കാര്യം. അപ്പൊ ഈ 4 കാര്യങ്ങളും എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി അഞ്ചാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഏത് ചെടിയാണോ അതിനെന്താണോ ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ വളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ചില ചെടിക്കാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടുതൽ വേണമായിരിക്കും, ചിലതിനാണെങ്കിൽ ഫോസ്ഫറസ് ആയിരിക്കും കൂടുതൽ, ചിലതിന് നൈട്രജൻ ആയിരിക്കും കൂടുതൽ വേണ്ടത്. അപ്പൊ അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നല്ല രീതിയിൽ വളം കൊടുക്കണം. നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ്, അത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലാതെയോ ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്ലവറിങ് ബൂസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളം കൊടുക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ കിട്ടും. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി മിക്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്ത് പോട്ടി മിക്സ് റെഡിയാക്കണമെന്നൊന്നുമില്ല. നല്ല ഇളക്കമുള്ള, നല്ല നീർവാഴ്ചയുള്ള, നല്ല രീതിയിൽ വേരോടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് വേണം നമ്മൾ ഏത് തരം ചെടിക്കായാലും റെഡിയാക്കി കൊടുക്കാനായിട്ട്. അപ്പം തന്നെ ചെടി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മൾച്ചിങ് ആണ്. ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ് മൾച്ചിങ് എന്താണെന്നുള്ളത്. മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ സമ്മർ ടൈം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചെടികളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളും. അതായത് നമ്മളിങ്ങനെ പോട്ട് വെച്ചിരിക്കുമ്പോൾ ആ ചെടിയുടെ മുകൾ ഭാഗത്ത് ഒത്തിരി നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ഈ വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവും. അപ്പോൾ അത് ചെടിക്ക് നല്ല രീതിയിൽ അഫക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കരിയില കൊണ്ടോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചാർക്കോള് അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചകിരിയിൽ അതോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ ചെടിച്ചട്ടിയുടെ മുകളിൽ നല്ല രീതിയിലൊന്ന് തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതിനാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം കളകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൾച്ചിങ് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളം മണ്ണിന് കുറച്ചധികം നേരം നിൽക്കാനും നല്ലൊരു തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് മൾച്ചിങ് സഹായിക്കും. പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കും മണ്ണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ മൾച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് തരം ചെടിക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കീടനിയന്ത്രണം. അതാണ് ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചുമ്മാ ചെടി അങ്ങോട്ട് വെച്ച് കൊടുത്ത് വളവും കൊടുത്ത് വെള്ളവും കൊടുത്തെന്ന് പറഞ്ഞിട്ട് ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടില്ല. കീടങ്ങളുണ്ടോ എന്നുള്ളത് ഡെയിലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് കീടങ്ങളില്ലെങ്കിൽ നാളെ ചിലപ്പോൾ കീടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ചെടീനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ, അത് ഒച്ച്, പുഴുക്കൾ അല്ലെങ്കിൽ മുഞ്ഞ, മീലിബഗ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കീടനിയന്ത്രണം ചെയ്തു കൊടുക്കാൻ വേണം. കെമിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളതോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഒരുപാട് തരം ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്തു കൊടുത്തോളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കീടങ്ങൾ വരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കാതെ നമ്മൾ വീക്ക്ലി വൺസ് ഓർഗാനിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് റെഡിയാക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ദോഷവും വരില്ല. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതുപോലെ തന്നെ യാതൊരുവിധ കീടങ്ങളുടെ ശല്യമില്ലാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചെടി നമ്മൾ റീപോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സീസണൽ പ്ലാന്റ്സിനൊന്നും റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് വർഷങ്ങൾ നിന്ന് പൂക്കുന്ന ചെടികളുണ്ടല്ലോ, അത് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 3 വർഷമൊക്കെ 4 വർഷമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിറയെ വേരുകൾ തിങ്ങി നിന്നിട്ട് ചെടി പിന്നെ വേരുകളാക്കാൻ വേണ്ടിയിട്ട് വരാതെ ചെടികളുടെ ആരോഗ്യം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറച്ച് പുതിയ മണ്ണും അതുപോലെ തന്നെ നല്ല കമ്പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒരു പോട്ടി മിക്സ് റെഡിയാക്കി നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഉണ്ടായിരുന്ന ആ പോട്ടിനേക്കാളും കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സീസണൽ പ്ലാന്റ്സിന് വേണ്ട, ഒരുപാട് വർഷങ്ങൾ നിൽക്കുന്ന പ്ലാന്റ്സിന് മാത്രം മതി കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ലാസ്റ്റായിട്ടേ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെയാണ് ചെടികൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുക ചെടി നല്ല ഹെൽത്തി അല്ല, അങ്ങോട്ട് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാവാൻ വിടാതെ മുകൾ ഭാഗത്തുനിന്ന് നുള്ളി കൊടുക്കുക. അപ്പോഴത്തേക്ക് അവിടെ വീണ്ടും പുതിയ ഒരു തണ്ടും കൂടെ പൊട്ടി വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ചെടി കുറച്ച് ഹെൽത്തി ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല തിക്കാവുകയും ചെയ്യും. അപ്പോൾ തിക്കായിട്ട് നിൽക്കാത്ത നമ്മുടെ പെറ്റൂണിയ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്ന കാര്യമാണ്. വെറുതെ കൈ കൊണ്ടൊന്ന് നുള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ തണ്ടുണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരുകയും ചെയ്യും. പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ആ ചെടി അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം നശിക്കും. അപ്പം നമ്മൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ആദ്യം വളർന്നതിന് ശേഷം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എപ്പോഴും നിറയെ പൂക്കൾ കിട്ടുകയും ചെയ്യും. അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ചെടികളിൽ പൂക്കളാക്കിയെടുക്കാനും അതുപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ടും സാധിക്കുമേ. അപ്പം ഈ വീഡിയോയിൽ കണ്ട ഓരോ ടിപ്സും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.